ഹലോ നമസ്കാരം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA കമ്പൽസറി പേപ്പറായ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ ഫസ്റ്റ് ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് കേട്ടോ. ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ കോസസ് ഓഫ് സോയിൽ എറോഷൻ? മണ്ണൊലിപ്പിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമുക്കത് 2 മാർക്കിന് ചോദിക്കും, പക്ഷേ ആകെ 2-3 കാരണങ്ങളേ ഉള്ളൂ. അപ്പം എന്താണ്? പെട്ടെന്നുള്ള നഗരവൽക്കരണം, മരംവെട്ട്, മൃഗങ്ങളുടെ അമിതമായ മേച്ചിൽ. പെട്ടെന്നുള്ള നഗരവൽക്കരണം, മരംവെട്ട്, മൃഗങ്ങളുടെ അമിതമായ മേച്ചിൽ. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി മറ്റൊന്ന്, വാട്ട് ഈസ് സോയിൽ എറോഷൻ എന്നാണ്. എന്താണ് മണ്ണൊലിപ്പ് എന്നാണ്. മണ്ണൊലിപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കിതേ പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്ക് ആൻസർ കൊടുക്കാം. ഒരു സെൻറ്റൻസിൽ നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷെ നമുക്കത് കുറച്ചുകൂടി എഴുതാൻ നമുക്ക് കിട്ടും, മറ്റ് കാരണങ്ങൾ പോലെയല്ല. അപ്പോൾ അത് എഴുതാം. മണ്ണിൻ്റെ ആവരണം നശിപ്പിക്കുക അല്ലെങ്കിൽ മേൽമണ്ണ് നീക്കം ചെയ്യുന്നതിനാണ് മണ്ണൊലിപ്പ്, നീക്കം ചെയ്യപ്പെട്ടു പോകുന്നതിനാണ് മണ്ണൊലിപ്പ് എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം എന്ത്? മണ്ണൊലിപ്പ് കാർഷിക ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും ഭൂ ഉൽപാദനക്ഷമതയ്ക്കും ഒരു ആഗോള ഭീഷണിയാണ്. ഓരോ വർഷവും 36 ബില്യൺ ടണ്ണിലധികം ഫലഭൂയിഷ്ഠമായ മണ്ണ് ലോക കാർഷിക സമ്പ്രദായങ്ങളിൽ നിന്ന് മണ്ണൊലിപ്പിലൂടെ നഷ്ടമാക്കുന്നുണ്ട്. അത്രയും നമുക്ക് അതിനൊരു ആൻസറായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമ്മളോട് അതിന്ന് ചോദിക്കാം, കമൻറ്റ് ഓൺ മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ്സ്ലൈഡ്സ്. കമൻറ്റ് ഓൺ മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ്സ്ലൈഡ്സ്. മനുഷ്യപ്രേരിതമായ മണ്ണിടിച്ചിൽ എന്താണെന്ന് പറയുക എന്നാണ് ആൻസർ. ഭൂപ്രകൃതിയുടെ മാറ്റം, ജലചംക്രമണത്തിലെ മാറ്റം, ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ, ജീർണിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ മുതലായ മനുഷ്യ ഘടകങ്ങളാൽ നേരിട്ട് പ്രേരിപ്പിച്ചതോ ഭാഗികമായോ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലാണ് മനുഷ്യപ്രേരിതമായ മണ്ണിടിച്ചിൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ മൂലം ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ സാധാരണയായി ഉത്ഖനനം മൂലം വെട്ടിമുറിച്ച ചരിവുകളിലാണ് സംഭവിക്കുന്നത്. ഇത് നിരവധി മരണങ്ങൾക്കും നാശത്തിനും കാരണമാവും. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ മണ്ണിടിച്ചിൽ വളരെയധികം ശക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ താഴെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രവർത്തനങ്ങൾ കൊടുക്കുകയാണ്. വനനശീകരണം, കൃഷിയും നിർമ്മാണ പ്രവർത്തനങ്ങളും, യന്ത്രങ്ങളിൽ നിന്നുള്ള വൈബ്രേഷനുകൾ, സ്ഫോടനം, ഖനനം, മണ്ണുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ, തടി വേർതിരിച്ചെടുക്കൽ, ഭൂവിനിയോഗത്തിലും ഭൂപരിധിയിലും ഉണ്ടാകുന്ന താൽക്കാലിക വ്യതിയാനം. ഇത്രയും നമുക്ക് മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ്സ്ലൈഡിൽ ആൻസറായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളോട് അതിന്ന് ഇതേ യൂണിറ്റിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് ഇറ്റ്സ് കോസസ്. എന്താണ് ഭൂശോഷണം, അതിൻ്റെ കാരണങ്ങളും വിശദീകരിക്കുക എന്നാണ്. എന്താണ് ഭൂശോഷണം? ഭൂശോഷണത്തിൻ്റെ കാരണങ്ങൾ പറയണം. ആൻസർ, ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യപ്രേരിത പ്രക്രിയകളുടെ സംയോജനത്താൽ ബയോഫിസിക്കൽ പരിസ്ഥിതിയുടെ മൂല്യത്തെ ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഭൂശോഷണം ആണ് അതിൻ്റെ നിർവചനം. അങ്ങനെയാണ്, ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യപ്രേരിത പ്രക്രിയകളുടെ സംയോജനം കൊണ്ട് ബയോഫിസിക്കൽ പരിസ്ഥിതിയുടെ മൂല്യത്തെ ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഭൂശോഷണം. താല്പര്യപ്പെടുന്ന, അതായത് നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് കരുതുന്ന ഭൂമിയിലെ ഏതെങ്കിലും മാറ്റമോ അസ്വസ്ഥതയായിട്ടാണ് സാധാരണ ഈ ഭൂശോഷണത്തെ കണക്കാക്കുന്നത്. ഭൂശോഷണം 20-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാന വിഷയമായി കണക്കാക്കപ്പെടുന്നു. കാരണം ഭൂമിയുടെ തകർച്ച ഉൽപാദനക്ഷമതയിലും പരിസ്ഥിതിയിലും ഭക്ഷ്യസുരക്ഷയിലും അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളോട് അതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ്? കാർഷിക മേഖലയുടെ ഉപയോഗം, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനവുമാണ് ആഗോള പ്രശ്നമായ ഭൂശോഷണത്തിൻ്റെ അല്ലെങ്കിൽ ഭൂനാശത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇതുകൂടാതെ ഭൂമി നിരത്തൽ, ശരിയായ രീതിയിലല്ലാതെയുള്ള ജലസേചന രീതികൾ, വാണിജ്യ വ്യാവസായിക പുരോഗതി, വാഹനങ്ങളുടെ ഓഫ് റോഡ് സംവിധാനം, ഖനനം, ക്വാറിയിങ് എന്നിവയെല്ലാം ഇതിന് കാരണങ്ങളാകുന്നുണ്ട്, ഭൂശോഷണത്തിന് കാരണങ്ങളാകുന്നുണ്ട്. അത്രയും അതിന് ആൻസറായിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളോട് ഇന്ന് ചോദിക്കാം, ഡിഫൈൻ ഡെസേർട്ടിഫിക്കേഷൻ. വാട്ട് ആർ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ? എന്താണ് മരുഭൂവൽക്കരണം അല്ലെങ്കിൽ മരുഭൂവൽക്കരണം നിർവചിക്കുക, അതിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും എന്തെല്ലാമാണ്? എന്താണ് മരുഭൂവൽക്കരണം, അതിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതം? മരുഭൂവൽക്കരണം എന്ന് പറഞ്ഞാൽ ലോകത്തെ വരണ്ട ഭൂപ്രദേശങ്ങളുടെ അല്ലെങ്കിൽ തകർച്ച, ദാരിദ്ര്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഭൂമിയുടെ ജൈവസാധ്യതകൾ കുറയ്ക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യലാണ് മരുഭൂവൽക്കരണം. അതായത് ഭൂമിയുടെ ഉൽപാദനക്ഷമത നഷ്ടപ്പെടുന്നു. ഈ പ്രശ്നം ആഗോളതലത്തിൽ ലോകത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 1/4 ബാധിക്കുന്നുണ്ട്. സ്വാഭാവിക ഘടകങ്ങൾ കൊണ്ടും അതിനേക്കാളുപരി മനുഷ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും എന്തുണ്ടാകുന്നുണ്ട്?
മരുഭൂവൽക്കരണം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകും. കോസസ് ഓഫ് ഡെസർട്ടിഫിക്കേഷൻ മാത്രം ചിലപ്പം ചോദിക്കും. 1, അമിതമായ കൃഷിരീതി. 2, അമിതമായ മേച്ചിൽ. 3, അമിതമായ ജലസേചനം. 4, വനനശീകരണം. 5, ഖനന പ്രവർത്തനങ്ങൾ. 6, ജനസംഖ്യാ വളർച്ച. ഇത്രയാണ് അതിൻ്റെ കാരണങ്ങൾ. ഇനി അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ട്, പ്രത്യാഘാതങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ. 1, ഭൂമിയുടെ ഉൽപ്പാദനക്ഷമത കുറയും. 2, ജനജീവിതം ദുരിതപൂർണമാകും. 3, ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതാകും. 4, ജലലഭ്യത ഇല്ലാതാകും, ജലം കിട്ടാനില്ലാതാകും. 5, പരിസ്ഥിതിയിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. 6, ദാരിദ്ര്യത്തിന് ഇടവരുത്തും, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് കാരണമാകും. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചോദ്യം, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഇറോഷൻ? വിവിധ തരം മണ്ണൊലിപ്പുകൾ ഏതെല്ലാമാണ്? കേട്ടോ, അതിൽ 5 തരം മണ്ണൊലിപ്പുകളുണ്ട്. 4 മാർക്കിനാണെങ്കിൽ ചെറിയൊരു വിവരണം കൊടുത്തിട്ട് എഴുതാം. 2 മാർക്കിനാണെങ്കിൽ ആ 5 തരങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. കേട്ടോ, അപ്പോൾ നോക്കുക നമ്മൾ ഏതൊക്കെയാണ്. ഒന്നാമത്തത് ഷീറ്റ് ഇറോഷനാണ്. ഷീറ്റ് മണ്ണൊലിപ്പ് എന്ന് പറയും. അതായത് ചെരിവ് ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും നേരിയ കനത്തിൽ മേൽമണ്ണ് ഒലിച്ചു പോകുന്നതാണ് ഷീറ്റ് മണ്ണൊലിപ്പ്. രണ്ടാമത്തത് വിൻഡ് ഇറോഷൻ, കാറ്റ് മണ്ണൊലിപ്പ്. അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഷീറ്റ് മണ്ണൊലിപ്പ് നമുക്ക് ദൃശ്യമല്ല, കാണാൻ കഴിയാത്തതാണ്. എന്നാൽ നന്നായിട്ട് കാണാൻ കഴിയുന്നതാണ് ഏത്? വിൻഡ് മണ്ണൊലിപ്പ് അല്ലെങ്കിൽ കാറ്റ് മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ രൂക്ഷവുമാണ്, ശക്തവുമാണ്. മൂന്നാമത്തത് റിൽ ഇറോഷനാണ്. റിൽ മണ്ണൊലിപ്പ്, അല്ലെങ്കിൽ റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ അരുവികളാണ് കേട്ടോ. ചെറിയ അരുവികളിൽ നിന്നുണ്ടാകുന്ന ഉയർന്ന മഴ ഉണ്ടാകുമ്പോഴാണ് റിൽ മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത്. പിന്നെ നാലാമത്തത് ഗല്ലി ഇറോഷൻ, ഗല്ലി മണ്ണൊലിപ്പ്. ഗല്ലി എന്ന് പറഞ്ഞാൽ നീർച്ചാലാണ്. അപ്പം എങ്ങനെയാണ്? ഗല്ലികളെ ഉണ്ടാക്കുന്നതാണിത്. ഇത് നീർച്ചാലുകൾ ഉണ്ടാക്കും, എന്നിട്ട് അവയിൽ ചിലത് വലുതാകും. കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് കടക്കാൻ സാധ്യതയുള്ള രീതിയിൽ അത് വലുതാവുകയും എന്നിട്ടത് ഇടിയാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഗല്ലി ഇറോഷൻ അല്ലെങ്കിൽ ഗല്ലി മണ്ണൊലിപ്പ്, നീർച്ചാൽ മണ്ണൊലിപ്പ് എന്ന് പറയും കേട്ടോ. ഇനി അഞ്ചാമത്തത് എഫിമറൽ ഇറോഷൻ അഥവാ ക്ഷണികമായ മണ്ണൊലിപ്പ്. ക്ഷണികം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് അവസാനിക്കും, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. ഇത് പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഉണ്ടാകുന്ന മണ്ണൊലിപ്പാണ്. അത് മാത്രം ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എഫിമറൽ ഇറോഷൻ അല്ലെങ്കിൽ ക്ഷണികമായ മണ്ണൊലിപ്പ്. ഒരു പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന മണ്ണൊലിപ്പാണ് എഫിമറൽ അല്ലെങ്കിൽ ക്ഷണികമായ മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മണ്ണൊലിപ്പിനെ കുറിച്ച് നമുക്ക് ആൻസർ എഴുതാനുള്ളത് കേട്ടോ. ഇനി വാട്ട് ആർ ദ എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് ഓഫ് മിനറൽ എക്സ്ട്രാക്ഷൻ? ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 1, ഭൂമിയുടെ അപചയം. രണ്ടാമത്തത് ഉപരിതല ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ മലിനീകരണം. 3, ധാതുക്കളുടെ ചോർച്ച സസ്യങ്ങളുടെ വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കും. 4, ഉപരിതല ഭൂഗർഭ ജലമലിനീകരണങ്ങൾ തൊഴിൽപരമായ ആരോഗ്യ പഠനങ്ങളിലേക്ക് നയിക്കും. 5, വാതകങ്ങളുടെ പുറന്തള്ളൽ മൂലം വായു മലിനീകരണം ഉണ്ടാകും. 6, വനനശീകരണം സസ്യജന്തുജാലങ്ങളെ ബാധിക്കും. 7, ഇത് ബാധിച്ച ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും. 8, ഉയർന്ന ഗ്രേഡ് ധാതുക്കളുടെ പെട്ടെന്നുള്ള ശോഷണം. 9, കുടിയേറ്റത്തിനിട വരുത്തും. 10, മുകളിലെ മണ്ണിൻ്റെ പാളിയും സസ്യജാലങ്ങളും പാഴായിപ്പോകും. 11, മണ്ണൊലിപ്പും എണ്ണശോഷണവും ഉണ്ടാകും. 12, ഓസോൺ ശോഷണം. 13, പരിസ്ഥിതി നശീകരണം. 14, പ്രകൃതി അപകടങ്ങൾക്ക് ഇടവരുത്തും. ഇത്രയാണ് അതിൻ്റെ ഇഫക്ട്സ് കേട്ടോ. എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ്, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ. ഇനി ഇത് നമ്മളോടൊരു എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാൻഡ് റിസോഴ്സസ്. ഭൂവിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കുറേ പറഞ്ഞ ആൻസറുകളൊക്കെ അതിൽ വരുന്ന, അപ്പോൾ കൂടി ചേർത്ത് എഴുതാം. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നോണം ലാൻഡ് റിസോഴ്സിനെ കുറിച്ചൊന്ന്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയണം. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. കുന്നുകൾ, സമതലങ്ങൾ, താഴ്വരകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ വിവിധ ഇനം ഭൂപ്രകൃതികൾ അവയിൽ താമസിക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന വിവിധ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ഭൂമി നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ അഭിവൃദ്ധിക്കും അനിവാര്യമായ ഒരു വിഭവമാണ്. കൂടാതെ ഭൗമ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിനും ഇത് ആവശ്യമാണ്. മനുഷ്യർ സഹസ്രാബ്ദങ്ങളായിട്ട്, അതായത് നൂറ്റാണ്ടുകളായിട്ട് ഭൂവിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂവിഭവങ്ങൾ പരിമിതമാണ്, എന്നാൽ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് അറ്റമില്ല. ഇതെല്ലാം ഭൂമിയുടെ ഗുണവും വ്യാപ്തിയും കുറയുന്നതിനും ധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറയുന്നതിനും ഇടവരുത്തും എന്നൊരു എൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ലാൻഡ് ഡിഗ്രഡേഷൻ എന്താണ്, മണ്ണ് ശോഷണം, ഭൂമി ശോഷണം പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സ്, മനുഷ്യപ്രേരിതമായ മണ്ണൊലിപ്പിനെ കുറിച്ച് പറയുക. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പിനെ കുറിച്ച് പറയുക. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂവൽക്കരണത്തെ കുറിച്ച് പറയുക. കോൺസിക്വൻസസ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ, അതായത് മരുഭൂവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. കൂടാതെ
പിന്നെ ഇത്രയും എഴുതുക, ഇത്രയും മതി, ഇത്രയായിട്ട് നമ്മൾ അത് അവസാനിപ്പിക്കുക. അത്രയാണ് ഇതിൻ്റെ പിന്നെ എസ്സേ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് 6ാമത്തെ യൂണിറ്റിൽ നിന്ന് ഒന്നുകൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം അല്ലേ. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇതിലോ വിചാരിക്കേണ്ടാവില്ല എന്ന് നോക്കുക. എന്താണ്? ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് സോഴ്സസ് ഓഫ് എനർജി. ഊർജ്ജത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തുക എന്നാണ്. ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഊർജ്ജത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ ജൈവ ഇന്ധനം, അതുപോലെ തന്നെ പിന്നെ ഒഴുകുന്ന വെള്ളം, 3 ജൈവാംശം അല്ലെങ്കിൽ ബയോമാസ് ഊർജം, 4ാമത്തത് ആറ്റോമിക് ധാതുക്കൾ, കൂടാതെ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, രാസോർജം, താപോർജം ഒക്കെ എന്താണ്? ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ്. കൂടാതെ ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങളെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ആ 2ആയിട്ട് തിരിച്ചത് ഏതൊക്കെയാണ്? റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസുമാണ്. പറഞ്ഞാൽ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിഭവങ്ങളും കേട്ടോ. അപ്പോൾ അതും ചോദിക്കും നമ്മളോട്. ഡിസ്ക്രൈബ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, അല്ലെങ്കിൽ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി, പരമ്പരാഗത പാരമ്പര്യേതര ഊർജ്ജങ്ങൾ നോക്കുക. അത് നമുക്ക് പറയാം. മനുഷ്യ ഉപഭോഗത്തിന് വീണ്ടും വീണ്ടും ലഭ്യമാക്കുന്നവയാണ് പുതുക്കാവുന്ന ഉറവിടങ്ങൾ. വൈദ്യുത ശക്തിയിൽ നിന്ന്, സൗരോർജം സൂര്യനിൽ നിന്ന്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം കാറ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അവ എന്താണ്? പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജങ്ങളാണ്. ഊർജ്ജാവശ്യങ്ങൾക്കായിട്ട് കൂടുതൽ ഉപയോഗിക്കാവുന്ന ഊർജ്ജമാണ് ഏത്? പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജം. ആണവ ഊർജ്ജോൽപാദനം, ജിയോ തെർമൽ പവർ ഉൽപാദനം, കൽക്കരി, എണ്ണ, ഗ്യാസ്, ന്യൂക്ലിയർ പവർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊന്ന് എന്താണ്? നോൺ റിന്യൂവബിളാണ്, പുതുക്കാൻ കഴിയാത്തത് അല്ലേ. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് വീണ്ടും ഉണ്ടാക്കാൻ കഴിയാത്ത ഊർജ്ജ ഉറവിടങ്ങളെയാണ് നോൺ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചാണകം, വിറകും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അത്രയും വരും. ഇനി നമുക്കിതിന്ന് ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജിയാണ്. ഊർജ്ജ തരങ്ങളും വർഗീകരണം. എനർജി, ഫോസിൽ എനർജി ഉണ്ട് ആദ്യം വരുന്നത്. ലോകത്ത് വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ 85% എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ. ഓരോ രാജ്യത്തും എന്തുണ്ട്? അവയുടെ ലഭ്യതക്കനുസരിച്ച് അതിൻ്റെ ഉപയോഗം വർദ്ധിക്കും. ജലത്തെ നീരാവിയാക്കാൻ, ചൂട് സൃഷ്ടിക്കാൻ കൽക്കരി ഉപയോഗിക്കും. അതേപോലെ ഓരോരോ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ഓയിലാണ് അല്ലേ. ഓയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റൊരു പ്രധാന ഊർജ്ജത്തിൻ്റെ ഉറവിടമാണ് ഓയിൽ. പാറകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന എണ്ണയാണ് പെട്രോളിയം. വാണിജ്യ ആവശ്യങ്ങൾക്ക് 40% പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഹൈഡ്രോ കാർബണുകളാണ്. ഇനി ക്ലീൻ എനർജി ഉണ്ട്. അത് മാത്രവും ചോദിക്കും ചിലപ്പോൾ കേട്ടോ. ക്ലീൻ എനർജി പറഞ്ഞാൽ ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകൾ, പുതുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളെയാണ് ക്ലീൻ എനർജി എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? സോളാർ എനർജി, അതായത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, പിന്നെ ഇതൊക്കെയാണ് ഇത് പുതുക്കാവുന്ന ഊർജ്ജങ്ങളിൽ ഉൾപ്പെടുന്നത് പറഞ്ഞു. ഇത് നമ്മളോട് ചോദിക്കുന്നതാണ് എന്ത്? വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് കോൾ. കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ? 4 തരം രൂപങ്ങളുണ്ട് കൽക്കരിക്ക്. ഒന്ന് ആന്ത്രാസൈറ്റാണ്, രണ്ടാമത്തത് ബിറ്റുമിനസ്, 3 സബ് ബിറ്റുമിനസ്, 4 ലിഗ്നൈറ്റ്. ഏതൊക്കെയാണ്? ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, സബ് ബിറ്റുമിനസ്, ലിഗ്നൈറ്റ് എന്നിവയാണ് കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മളോട് പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്ത്? നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച്. എന്താ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? പ്രകൃതിപരമായ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ് എ നോട്ട് ഓൺ നാച്ചുറൽ ഗ്യാസ് എന്ന് വയ്ക്കും. പ്രകൃതി വാതകങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്നാണ്. ഏതാണ് നാച്ചുറൽ ഗ്യാസ്? നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് സോളാർ സെല്ലുകൾ കൂടുതൽ ചിലവേറിയ തരത്തിലുള്ള ഗ്യാസുകൾ. അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജങ്ങളെ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയും. നോക്കാം, നമുക്ക് വിൻഡ് എനർജി ഒരു നാച്ചുറൽ ഗ്യാസാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഒരു നാച്ചുറൽ ഗ്യാസാണ് അല്ലേ. അതൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്തി എഴുതാം. പിന്നെ നമുക്ക് പിന്നെ ഈ എന്താ പറയുക, റിന്യൂവബിൾ നോൺ റിന്യൂവബിളിനെ നമുക്ക് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എന്ന രീതിയിലൂടെ ചോദിക്കട്ടെ. അപ്പോൾ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്, പിന്നെ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. അപ്പോൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ ഉറവിടമാണ് പാരമ്പര്യേതര ഊർജ്ജം. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജമാണ് എന്ത്? പാരമ്പര്യേതര ഊർജ്ജം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇത്രയൊക്കെ അതിന്ന് പ്രധാനമായിട്ട് പഠിക്കുക. ഇത്രയും ഇനി നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് വരാം കേട്ടോ.
ഓക്കെ, താങ്ക്സ്.